നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഹൈപ്പ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നീ എന്നെ മറന്നുവോ? നിങ്ങളെ ഓർത്ത് ഈ വ്യക്തിയുടെ ഹൃദയം നുറുങ്ങുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഹൃദയം നുറുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നുറുങ്ങുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തന്നെ നിങ്ങൾ തന്നെയായിരുന്നു. പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിയുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞ ആൾക്കാരായിരുന്നു നിങ്ങൾ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. ആ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും അതിതീവ്രത നിറഞ്ഞത് തന്നെയായിരുന്നു. ആ ഒരു കാര്യത്തിലേക്ക്, അതായത് ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരുന്നത്. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ വ്യക്തിത്വം എന്താണ്? നിങ്ങളുടെ മനസ്സ് എങ്ങനെയുള്ളതാണ്? നിങ്ങൾ എങ്ങനെയുള്ള ക്യാരക്ടറാണ്? ഇതിനെക്കുറിച്ചൊന്നും ഈ വ്യക്തി പലപ്പോഴും ചിന്തിക്കുവാനോ മനസ്സിലാക്കാനോ തയ്യാറായിരുന്നില്ല. അത് തന്നെയാണ് ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കണ്ടെത്താനാകുമെന്ന് ഈ വ്യക്തി വിശ്വസിച്ചു. പക്ഷേ അത് വളരെയധികം മണ്ടത്തരമായി പോയി എന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യത്തെ കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സാന്നിധ്യം എന്ന് പറയുന്നത് നിങ്ങൾ ആരായിരുന്നു എന്നും നിങ്ങൾ ഈ വ്യക്തിക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നുവെന്നും നിങ്ങളില്ലാതായപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എത്രത്തോളം ദുർഘടം പിടിച്ച അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതിനെ കുറിച്ചുമാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റാരൊക്കെ ഈ വ്യക്തിയെ ഉപേക്ഷിച്ചു പോയാലും ഈ വ്യക്തി വളരെയധികം തൻ്റെടത്തോടു കൂടി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ പേഴ്സൺ. എന്നാൽ ഇപ്പോഴോ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള മുന്നോട്ട് പോകാൻ, അതായത് മുന്നോട്ട് പോകാനുള്ള യാതൊരു തരത്തിലുള്ള തൻ്റെ ഇടവും ഈ വ്യക്തിക്കില്ല എന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളായിരുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്നേഹം. നിങ്ങളുടെ സ്നേഹത്തോളം ഈ വ്യക്തിക്ക് മറ്റൊന്നിനും പകരം വെക്കാൻ ആകുന്നില്ല. നിങ്ങളുടെ സ്നേഹത്തിന് പകരം മറ്റാർക്കെങ്കിലും പ്രാധാന്യം കൊടുക്കാമെന്ന് വിചാരിച്ചാലും ഈ വ്യക്തിക്ക് അത് സാധ്യമാവുകയില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തി പല കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് തൻ്റെ മനസ്സ് ശുദ്ധീകരിക്കുവാനും പോസിറ്റീവ് ആക്കുവാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് എത്രമാത്രം മറ്റുള്ളവരുടെ പോസിറ്റീവ് അന്വേഷിച്ചാൽ പോലും തനിക്കതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം തന്നെയാണ്. ഇവിടെ ഈ വ്യക്തി പലതരത്തിലുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. പൂർവാധികം ശക്തിയോടുകൂടി തനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതായത് തനിക്കിഷ്ടപ്പെട്ട രീതിയിൽ തൻ്റെ ഇടത്തൂടെ ജീവിക്കുവാനൊക്കെ ഈ പേഴ്സൺ പല വിധത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ കൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇത് ഈ വ്യക്തിയെ നല്ല രീതിയിൽ അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു സത്യമായ കാര്യമാണ്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കാൻ ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട്. ആ വേദനിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഈ വ്യക്തി ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ പോസിറ്റീവായിട്ടുള്ള സ്വഭാവ രീതികൾ ഉണർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതികപരമായും ആത്മീയപരമായും ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തി കൊണ്ടുവരാൻ തയ്യാറാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കാൻ ഈ വ്യക്തിക്ക് പ്രത്യേക മിടുക്ക് തന്നെയാണ്. അതായത്
തനിക്ക് പറ്റാത്തതായി ഒന്നുമില്ല എന്നുള്ളൊരു വിചാരം ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തൻ്റെ സ്വന്തം പ്രയത്നത്തോടു കൂടിയും മിടുക്കോടു കൂടിയും നിങ്ങളെ എങ്ങനെയെങ്കിലും ഈ വ്യക്തിയിലേക്ക് ആകർഷിപ്പിച്ചെടുക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ കൊണ്ട് അത് സാധിക്കുമെന്നും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രണയ ജീവിതത്തിന് ഒരു പരിപൂർണത ഉണ്ടാക്കിയെടുക്കുമെന്നും ഈ വ്യക്തി ഇപ്പോൾ മനസ്സിൽ കുറിച്ചു വെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയെ പലപ്പോഴും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. അതൊരു നുറുങ്ങുന്ന വേദനയായും ഈ വ്യക്തിയുടെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിക്കുകയും ആഴത്തിൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സംഭവ വികാസങ്ങളാണ് ഓരോ ചിത്രമായിട്ടും തിരശീല വീഴുന്നത് പോലെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പല കാര്യങ്ങൾക്കു മുന്നിലും ഈ വ്യക്തി ഉത്തരമില്ലാത്ത ഒരു ചോദ്യ പേപ്പറിനെ പോലെ നിൽക്കുകയാണ്. ആ ചോദ്യ കടലാസ് എന്ന് പറയുന്ന ആ ഒരു ഊർജത്തിൽ നിന്നും വളരെയധികം മാറി ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വ്യക്തിയിലേക്ക് മാറുവാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തിയുടെ ശ്രമം. ഇവിടെ ഈ വ്യക്തി പലതരത്തിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ, അതായത് നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യമാകാം, പെട്ടെന്നുണ്ടാകുന്ന സ്വഭാവ രീതിയാകാം, വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമാകാം, വളരെ ഒച്ചപ്പാടെടുക്കുന്ന ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവവും ആകാം. കാര്യങ്ങളെ വളരെയധികം മനസ്സിലാക്കിക്കൊണ്ട് പതുക്കെ പതുക്കെ നയതന്ത്രത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയുമാകാം. കാര്യങ്ങളോട് വളരെ പെട്ടെന്ന് തന്നെ എതിർക്കുകയും ആ ഒരു കാര്യത്തിനെ കുറിച്ച് യാതൊരു ദയയുമില്ലാതെ പ്രതികരിക്കുകയും ചോദ്യം ചെയ്യുന്ന അങ്ങനത്തെ ഒരു തരത്തിലുള്ള സ്വഭാവ പ്രകൃതമാകാം. ഇത്തരം സ്വഭാവ രീതികൾ എല്ലാം മോശമാണെന്നും താൻ ഉറപ്പായും ഒതുങ്ങി നിൽക്കേണ്ടതായിട്ടുണ്ടെന്നും തനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ജീവിതത്തിൽ വെളിച്ചവും സന്തോഷവും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ വളരെയധികം വെളിച്ചം തന്നെയായിരുന്നു. ആ വെളിച്ചത്തിൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ കാണാതെ കിടക്കുന്നതും ശ്രദ്ധിക്കാതെ കിടക്കുന്നതുമായിട്ടുള്ള ദൂഷ്യ സ്വഭാവങ്ങളെല്ലാം തന്നെ മാറ്റി എടുത്തുകൊണ്ട് വളരെ പ്രബുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സ്വഭാവത്തിലേക്ക് മാറാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റിനും നിൽക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളെ കുറിച്ചും കൃത്യമായ ഒരു പഠനം നടത്തണമെന്നും അതിലൂടെ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കണമെന്നും സമാധാനവും സന്തോഷവും കൂടെ കൂട്ടണമെന്നും തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ ഏറ്റവും നന്നായി കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ പ്രണയബന്ധത്തിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. എന്തായാലും ഈ വ്യക്തി നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും നീ എന്നെ മറന്നുപോയോ എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾക്ക് ഈ വ്യക്തിക്ക് ഉത്തരമില്ലെങ്കിൽ പോലും ഈ വ്യക്തിയെ നിങ്ങൾ മറന്നു കളയുന്നത് സങ്കല്പിക്കാൻ പോലും ഈ വ്യക്തിക്ക് ആവുന്നില്ല, ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ, അതായത് വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ്, അതുപോലെ ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് ചെയ്താൽ മതിയാകും. പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.